ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 63ൻ്റെ റിവ്യൂ ആണ്. വളരെ കുറച്ച് കാര്യങ്ങൾ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. ബിഗ് ബോസ് ഒരു ഗംഭീര കളി കളിച്ചു. ആ ഒരു കളി വേണ്ടതാണ്. അങ്ങനെയുള്ള കളി ബിഗ് ബോസിൻ്റെ കളിച്ചെങ്കിൽ മാത്രമേ, കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് അവരറിയാതെ അങ്ങനെ ഒരു കളി കളിച്ചെങ്കിൽ മാത്രമേ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇത് കാണാനായിട്ടുള്ള ഒരു രസം ഉണ്ടാവത്തുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് ആരെ വളർത്തണം, ആരെ തളർത്തണം എന്നുള്ള ബിഗ് ബോസിൻ്റെ പ്ലാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരിക്കലും അൺഫെയർ അല്ല, അതാണ് ഫെയർ ആയിട്ടുള്ള ഗെയിം. ഏത് ഗെയിമറാണ് മികച്ചു നിൽക്കുന്നത്, അതിൽ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി ആ ഒരു ഗെയിമർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കും ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ആ ഒരു ഗെയിം നടത്തുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ പ്ലേ ചെയ്തത്. അതിലൊരു ഹതഭാഗ്യനായിട്ടുള്ള ചെറുപ്പക്കാരൻ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പാവം ഒനിൽ അങ്ങനെ ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഒനിലിന് കുറേയധികം ബോണസുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത്രയധികം ദിവസം ഒനിൽ ആ ഒരു ഗെയിമുമായിട്ട് അവിടെ നിന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 60 ദിവസം മുകളിലൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് സാധിച്ചു, പകുതിക്ക് മുകളിൽ നിൽക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഫാമിലി വീക്കിൽ അവിടെ വരാനായിട്ട് പറ്റി. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റി, ഒനിലിന് അത്രയധികം ദിവസങ്ങൾ നിൽക്കാൻ പറ്റി, ഒനിലിനെ കൂടുതൽ ആളുകളിലേക്ക് ഒനിലിന് എത്തിക്കാൻ പറ്റി, ഒനിലിൻ്റെ ആ ഒരു സ്വാഗ് കാര്യങ്ങൾ അതെല്ലാം ഒനിലിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒത്തിരിയധികം പോസിറ്റീവുകൾ ഒനിലിനുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഗെയിമല്ലേ, ബിഗ് ബോസ് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗെയിമിന് വേണ്ടി, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഫോർമാറ്റിൻ്റെ ഗുണത്തിന് വേണ്ടി ഒനിലിനെ ചെറിയ രീതിയിൽ ഒന്ന് തളർത്തി കളഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. ഒനിൽ, ജിസേൽ, ആര്യൻ, അക്ബർ എന്നിവരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം, അതിൽ ഷാനവാസിന് വലിയ റോള് കൊടുത്തില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം ഇന്ന് അവിടെ വീഡിയോ സഹിതം ആളുകളെ കാണിച്ച സമയത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ അക്ബർ വളരെ ക്ലിയറായി, അക്ബർ ക്രിസ്റ്റൽ ക്ലിയറായി. കാണുന്ന പ്രേക്ഷകന് അക്ബറിനോട് ഇഷ്ടം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഷാനവാസ് അവിടെ വലിയ പ്രഹസനങ്ങളും വലിയ സന്തോഷങ്ങളും മറ്റേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ച് ഒരു സൈഡിലിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സഹതാപം തോന്നി. കാരണം ഇനി ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഗെയിമിൽ ഷാനവാസിനെ കൃത്യമായിട്ട് ആളുകളുടെ മുൻപിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അക്ബറിനെ കൂടുതലായിട്ട് ക്ലിയർ ആക്കേണ്ടതുണ്ട്. കാരണം അക്ബർ കണ്ടസ്റ്റൻസിനിടയിൽ കാര്യമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ അക്ബറിനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് തെറ്റിദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ അൺഫെയർ ആയിട്ടുള്ള പരിപാടി വെച്ചിട്ട് ഗെയിം ആകെ മൊത്തത്തിൽ കുളമായി പോകും. അത് പ്രേക്ഷകന് കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു ഗെയിമായിട്ട് മാറത്തില്ല. ഷാനവാസിൻ്റെ ആ ഒരു കുത്തിത്തിരിപ്പും സ്വാഗും, അതേപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാനിക്ഡായിട്ട് നടക്കുന്നതും ചുമ്മാ അലമ്പും അനീഷിനെ തോണ്ടലും മാത്രമായിട്ട് ഗെയിം മാറും. എന്നാൽ അക്ബറിനെ കോൺഫിഡൻ്റ് ആക്കുകയും ഷാനവാസിനെ റീപ്ലേസ് ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് അക്ബറിനോട് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ്. അത് കൃത്യമായിട്ട് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കൂടെ അവരങ്ങ് നിർവഹിച്ചു. എല്ലാം വളരെ പ്രോപ്പറായിട്ട് പ്ലാൻഡായിട്ട് നടന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അനുമോളുടെ ആ ഒരു കിച്ചൺ ഇഷ്യൂ എടുത്ത് സംസാരിക്കേണ്ട ആവശ്യം വന്നില്ല. അനുമോളുടെ ആ ഒരു കിച്ചണിലെ പരിപാടി വിമർശിക്കാനായിട്ട് വേറെ ആളുകളുടെ അടുത്തുനിന്ന് ചോദിച്ച് പോയിന്റ് എടുക്കേണ്ടി വന്നില്ല. ഒരു കേക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ തന്നെ അതിൽ കാര്യങ്ങൾ വ്യക്തമായി. ഇന്നത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്തൊരു കേക്കാണ്. ആ ഒരു കേക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അനുമോളോട് പറയാനായിട്ട് പറ്റി, ബാക്കിയുള്ള ആളുകൾക്ക് അനുമോളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അവർക്ക് പങ്കുവെക്കാനായിട്ടും പറ്റി. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത വളരെ രസകരമായിട്ടുള്ള ചില മൈൻഡ് ഗെയിമുകളൊക്കെ ഇന്ന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ടായിരുന്ന എന്താണ്, നമ്മുടെ ആര്യൻ, ജിസേൽ, അവരുടെ ആ ഒരു സംഭവം. ഇപ്പോൾ ജിസേൽ നാളെ പോകും എന്നൊക്കെ ഏകദേശം ഉറപ്പിച്ചിട്ടുള്ള രീതിയിലാണ് ബിഗ് ബോസിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള റിവ്യൂവേഴ്സൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജിസേലിൻ്റെ പുറത്തു പോക്കുമായി ബന്ധപ്പെട്ട് ജിസേലിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അത് കാണാത്ത ആളുകൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആര്യൻ, ജിസേൽ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ആളുകൾക്ക് കിട്ടി. അതും ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് സാധ്യമായ ഒരു സംഗതിയാണ്. ജിസേലിന് കാര്യമായിട്ടുള്ള പൊസസീവ്നെസ് ഉണ്ട്. ലവിൽ പൊസസീവ്നെസ് ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പിലും പൊസസീവ്നെസ് ആവാം. അത് എത്രത്തോളം ഉണ്ട്, അത് ഗെയിമിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അത് ആര്യൻ്റെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. കാരണം ജിസേൽ ആര്യനെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ജിസേൽ ഇപ്പോഴും കുഞ്ഞൊരു കാര്യം, ആര്യൻ ലക്ഷ്മിയുടെ കൂടെ പോയിരുന്നു, തന്നോട് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ആര്യൻ ലക്ഷ്മിയുടെ അടുത്ത് പോയിരുന്നു എന്നുള്ള ആ ഒരു കാര്യവും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജിസേലിനെ കാര്യമായിട്ട് ഇമോഷണലി ബാധിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ജിസേലിൻ്റെ ഗെയിം എന്താണെന്ന് മനസ്സിലായി, അത് ആര്യന് പണിയാകുമെന്നുള്ളതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. അതെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആര്യൻ, ജിസേൽ ഇനി അവിടെ നിൽക്കുകയാണെങ്കിൽ പോലും ആര്യൻ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടേ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. പൊസസീവ്നെസ് എന്ന വേർഡ് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചത് ആര്യനാണ്. അങ്ങനെ ഒരു പൊസസീവ്നെസ് ജിസേലിന് ആര്യനോടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ആര്യനുണ്ട്. അതേപോലെ തന്നെ ജിസേൽ കാണിക്കുന്നത് കുറേയൊക്കെ മണ്ടത്തരങ്ങളാണെന്നും ജിസേലിൻ്റെ ചില സംസാരങ്ങൾ, മണ്ടത്തരം പറച്ചിലുകൾ അത് തന്നെയും കൂടെ ബാധിക്കും എന്നുള്ളതും ആര്യന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികളാണ്. ഇനി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പ്രോപ്പറായി ഒന്ന് ഓടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി വീക്കാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ. കാരണം കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്കായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആയിരുന്നു ഹൗസിലുണ്ടായിരുന്നത്. പിന്നെ ഇന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവുകൾ കണ്ടസ്റ്റൻസിന് പറയാനായിട്ടുള്ള ഒരു അവസരം. അപ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച കണ്ടസ്റ്റൻസിനിടയിൽ കൂടെ ബിഗ് ബോസിന് നമ്മളോട് പറയാനായിട്ടുള്ള ചില കാര്യങ്ങൾ ബിഗ് ബോസ് വളരെ നൈസായിട്ട് കണ്ണിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിന് പാർഷ്യാലിറ്റി ഉണ്ടോ, ബിഗ് ബോസിന് നിലപാടുണ്ടോ, അതേപോലെ തന്നെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് ലക്ഷ്മിയുടെ കുട്ടിയെ ബിഗ് ബോസ് ഹൗസിന് അകത്തേക്ക് കടത്തി വിടാത്തത്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കർശനമാണ് ഇപ്പോൾ നിയമങ്ങളൊക്കെ. കുട്ടികളെയൊക്കെ ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നൂലാമാലകളും ഫോർമാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോംസൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന് ക്ലിയർ ആക്കാനായിട്ട് അവർക്ക് പറ്റി. എന്നാലും അംഗീകരിക്കാത്ത ആളുകളുണ്ടായിരിക്കും. എന്തിനാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ കൊച്ചിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാതിരുന്നിട്ട് ബിഗ് ബോസിന് എന്ത് കിട്ടാനായിട്ടാണ്? ആളുകൾ ചുമ്മാ ഓരോന്ന് അടിച്ചു വിടും. ഇപ്പോൾ ആര്യൻ കൂടുതൽ പണം ഇറക്കിയത് കൊണ്ടാണ് ജിസേൽ വിക്റ്റാവുന്നത്. ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞു ജിസേൽ കൂടുതൽ പണം ഇറക്കിയത് കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ അനുമോൾക്ക് നെഗറ്റീവ് ആവുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കരയടിക്കാൻ വേണ്ടി, പരദൂഷണം അടിക്കാൻ വേണ്ടി, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഏറെ ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ എൻഗേജ്ഡ് ആവുന്നത് കൊണ്ടാണ്, ഈ കുത്തിത്തിരിപ്പുമായിട്ട് വലിയ ക്യാമ്പയിനുമായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഷോ ഒക്കെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ മാന്യന്മാരായിട്ടുള്ള പ്രേക്ഷകരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോ ഒന്നും വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നിങ്ങൾ അങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ ആഗ്രഹിക്കുന്ന ആളുകളല്ല എന്നുള്ളത് കമൻറ്റ്സ് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും. എന്നാൽ അത് അല്ലാത്ത ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ പറയുന്ന പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അനുമോള് ബിഗ് ബോസിനൊരു ഫേവറിറ്റിസം ഉണ്ട് എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചിരിക്കുന്നു. നെവിനോട് ഇടയ്ക്ക് ബിഗ് ബോസ് മിണ്ടുന്നുണ്ട്, നമ്മളോടൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നു. ബിഗ് ബോസിനത് കൊണ്ടുവന്ന് ബിഗ് ബോസ് പറയുന്നു. മറ്റാളുകൾ വെറുതെ സമയം പോക്കിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. ഷാനവാസ് പറയുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ മുഴുവനായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ചില്ല, അങ്ങനെയുള്ള എത്തിക്കൽ പരിപാടിയൊന്നുമില്ല. കാരണം അതിന് കുറച്ച് നിയമങ്ങളും നിയമാവലികളൊക്കെ ഉണ്ടല്ലോ. പോനിയലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിന്താലു, പോർക്ക് വിന്താലു വല്ലതും ആണോ, അതും ഹൗസിലേക്ക് എത്തിച്ചില്ല. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഈ പോർക്ക് കഴിക്കാത്ത, മതപരമായിട്ടുള്ള റീസൺസ് കൊണ്ട് കഴിക്കാത്ത ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കൂട്ടം ആളുകൾ ഉപയോഗിക്കാത്ത ഒരു കാര്യം, അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊക്കെ കൊണ്ടുവരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അത് കൊണ്ടുവന്നില്ല. അതേപോലെ തന്നെ ഈ നോൺ വെജൊക്കെ അവർ ചെക്ക് ചെയ്യാത്ത രീതിയിലേക്കുള്ള ഭക്ഷണം അങ്ങടേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഇവരുടെ ആരോഗ്യത്തെയും ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു കൺട്രോൾ ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇവരാരെങ്കിലുമൊക്കെ നമ്മളെപ്പോലെ പനി പിടിച്ച്, ചുമ പിടിച്ച്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡയറിയ പിടിച്ച് എവിടെയെങ്കിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഈ ഷോ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ എന്തോരം ശ്രദ്ധിച്ചിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. സാമ്പുമോന് പ്രോട്ടീൻ പൗഡർ കിട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, മുന്നേയൊക്കെ കിട്ടിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത്തിരി കടലയും പയറും കൂടുതൽ തന്നാലും കുഴപ്പമൊന്നുമില്ല, ബിഗ് ബോസ് പറഞ്ഞു വേണമെങ്കിൽ പണി കൂട്ടിത്തരാം എന്നുള്ളത്. ജിസേലിൻ്റെ ആരോപണം ബിഗ് ബോസ് കൂടുതൽ സെൻസിറ്റീവ് ആകുന്നു എന്നുള്ളതാണ്. പിന്നെ അക്ബർ പറയുന്നു ബിഗ് ബോസ് ചെറിയൊരു രീതിയിൽ ഹിപ്പോക്രറ്റ് ആണ് എന്നുള്ളത്. ഒനിയിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, സ്നേഹിച്ച് കൊല്ലരുത് എന്നുള്ളതാണ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് നൈസായിട്ട് പറയുന്നു വലിയ ടാസ്കുകളൊക്കെ തരുന്നത് ഒനിലിനെ പോലെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ അങ്ങനെ ഒരു സംഭവം. മറ്റേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത്ര ബുദ്ധിയൊക്കെ ഒനിലിനുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള ടാസ്ക് തരുന്നത് എന്നുള്ള ഒരു സംഭവം. പിന്നെ ആദില നൂറ അവരുടെയൊക്കെ ഒരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നെവിൻ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഈ ഒരു ടാസ്കിനിടയിൽ കൂടെ ഒന്ന് ചോദിക്കുന്നുണ്ട്. നെവിൻ ഇത്തിരി വണ്ണം വെച്ചു. ബിഗ് ബോസിൽ വന്നിട്ട് വണ്ണം വെച്ചിട്ടുള്ള ഒരേ ഒരു കണ്ടസ്റ്റൻറ്റ് നെവിനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ലാലേട്ടനൊന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷം ഫാമിലി വീക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. അതും വലിയ കാര്യമായിട്ടുള്ള സംഗതിയൊന്നുമില്ല, നമ്മൾ ഈ ഫാമിലി വീക്കൊക്കെ മൊത്തത്തിൽ കണ്ടതാണല്ലോ. അപ്പോൾ അനീഷിൻ്റെ ഫാമിലി വന്ന സമയത്ത് അനീഷ് അങ്ങ് ഇരുന്ന് പോയിരുന്നു, അനീഷ് അങ്ങ് തകർന്നു പോയിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അനീഷ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസ് പഠിക്കാൻ വേണ്ടി കുറേ നാൾ ലീവ് എടുത്ത് ഇരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വീട്ടുകാരുടെ കൂടെയായിരുന്നു ഏറെ സമയം ചിലവഴിച്ചത്. അപ്പോൾ അവരെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും അങ്ങ് തകർന്നുപോയി. ഷാനവാസ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഫാമിലി പിക്കൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ അത് കട്ടിലിൻ്റെ അടുത്ത് ഒട്ടിച്ച് വെക്കാനായിട്ടൊന്നും പറ്റിയില്ല. പെട്ടെന്ന് മോള് ഹൗസിലേക്ക് വന്ന സമയത്ത് വലിയ സന്തോഷമൊക്കെ തോന്നി.
ജിസേൽ ആകെ മൊത്തത്തിൽ പേടിച്ച് പോയി. മമ്മി വന്നിട്ട് ഒന്നും നല്ലത് പറഞ്ഞില്ല. ജിസേൽ ടാസ്ക് ചെയ്യുന്ന സമയത്ത് പേടിച്ചാണ് അവിടെ നിന്നത്. കാരണം മമ്മി അകത്ത് എന്തൊക്കെ ഒപ്പിച്ച് വെക്കുമെന്നുള്ള പേടി ജിസേലിനുണ്ടായിരുന്നു. ലക്ഷ്മിക്കും ആ ഒരു പേടി ഉണ്ടായിരുന്നു. ജിസേലിൻ്റെ അമ്മയോടാണ് ലക്ഷ്മി താരതമ്യപ്പെടുത്തുന്നത്. ബിന്നി വളരെ ഹാപ്പിയാണ്. ആദ്യം ആ ഒരു എക്സ്ട്രാ ബോണസ് നൂറയുടെ അടുത്ത് നിന്ന് കിട്ടിയ സമയത്ത് അത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ വാല്യൂ ബിന്നി മനസ്സിലാക്കി നൂറയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ആരും ടെൻസ്ഡ് ആയിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. എന്താണെന്നറിയില്ല, എൻ്റെ എനർജിയൊക്കെ കംപ്ലീറ്റ്ലി പോയിരുന്നു. എന്നാൽ വീട്ടുകാർ വന്ന് പോയതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ് എന്ന് ആര്യൻ പറയുന്നു. ആര്യൻ എങ്ങനെയാണ് ഈ ഒരു മാസം കൊണ്ട് ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനായി മാറിയത്? എന്തൊരു മിടുക്കനാണ്, എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് നല്ല പെരുമാറ്റമാണ്, എന്ത് സംഭവിച്ചു മച്ചാന്, എനിക്ക് മനസ്സിലാവണില്ല. അനു ആദ്യം ഒന്ന് ബിഗ് ബോസിനെ പ്രാഗിയല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയുമായിട്ടുള്ള ഒരു ബോണ്ടിനെ കുറിച്ചിട്ടും അവർ മൂന്നാളുകളും അച്ഛനും അമ്മയും മകളും എല്ലാവരും ഇത്തിരി കരച്ചിലെ ആൾക്കാരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. ആതിര നൂറ വളരെയധികം ഹാപ്പിയാണ്. നമ്മുടെ ആതിരാണെങ്കിലും സിബ്ലിങ്സിനെ പ്രതീക്ഷിച്ചിരുന്നു, അവർ വരാത്തപ്പോൾ വിഷമമുണ്ട്. എന്നാലും ഇത്രയധികം ഫാമിലി വന്ന് അവരെ ഏറ്റെടുത്തതിൻ്റെ ഒരു ഹാപ്പിനെസ് അവർ പങ്കുവെക്കുന്നുണ്ട്. ഒനിൽ പറയുന്നു അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു, തിരുത കറി കൊണ്ടുവന്നു, വിന്താലു കിട്ടിയില്ല. അക്ബർ വലിയ ഹാപ്പിയാണ്, ഉമ്മ വന്നു, വൈഫ് വന്നു, മുടി ചീവണമെന്നും രാവിലെ കുളിക്കണമെന്നും ഒക്കെ പറഞ്ഞു എന്ന് അക്ബർ പറയുന്നുണ്ട്. നെവിൻ മറ്റേ നൂബിനൊക്കെ വന്ന സമയത്ത് ബിന്നിയുടെയൊക്കെ അടുത്ത് വന്ന് ഷെല്ലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നെവിൻ അത് ക്ലാരിഫൈ ചെയ്യുന്നു. വലിയ ഫാനാണ്, നൂബിൻ്റെ വലിയ ഫാനാണ്. സിസ്റ്റർ ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് ലാലേട്ടൻ പറഞ്ഞു. അപ്പം നെവിൻ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വീട്ടുകാരൊന്നും വലിയ രീതിയിൽ മിസ് ചെയ്തില്ല. കാരണം 3 കൊല്ലം സെമിനാരിയിൽ പോയിട്ടുള്ള ഒരു മച്ചാനാണ് നെവിൻ. സെമിനാരിയിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു രീതികളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഹൗസൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് തോന്നുമായിരിക്കും. സെമിനാരിയിൽ മർദ്ദന മുറകളൊന്നുമില്ല കേട്ടോ, പണിയാണ്, അടിമ പണിയെടുക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ കൂടുതൽ സമയം പ്രാർത്ഥിക്കേണ്ടി വരും. രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. വൈകിട്ട് താമസിച്ച് കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ പരിപാടികളാണ്. ഇപ്പോൾ നെവിൻ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ കറക്കേണ്ടി വരും, പുല്ല് പറിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഈ ക്ഷമ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു സെമിനാറിൽ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നെവിനത് ഈസിയാണ്. സാബുമാൻ്റെ ഒരു വാക്കുകളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛന് എനിക്ക് IAS കിട്ടിയ സന്തോഷമായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു ഫാമിലി വീക്കിൽ കണ്ടസ്റ്റൻസിന് പറയാനായിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ കേക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി ഇന്ന് തീർത്തു. ഒരു കേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊടുത്തു വിടുന്നുണ്ട്. സ്റ്റോർ റൂമിൽ നിന്ന് അക്ബർ കേക്ക് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ആർത്തിയോടെ അലറി വിളിച്ചിട്ട് നെവിൻ അതിൻ്റെ ചുറ്റിനും കിടന്ന് നൃത്തം വയ്ക്കുന്നുണ്ട്. എന്തുവാടേ, എന്തൊരു സ്വഭാവമാണ്, എനിക്കറിയത്തില്ല. ഏതായാലും ഈ നൃത്തം വെച്ച് തുള്ളി ചാടി വരുന്ന നെവിനേക്കാളിലും ശല്യമാണ് ബാക്കിയുള്ള ചില കണ്ടസ്റ്റൻസ്. അനു കൃത്യമായിട്ട് തന്നെ അതിനകത്തേക്ക് ഇടപെടുന്നു. രാവിലത്തെ വീഡിയോയിൽ അനു ഇങ്ങനെ ഭക്ഷണം വീതം വെക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ കുറച്ച് പേര് വിമർശിച്ചു. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അതങ്ങനെയാണ്. അവിടെ അനുവിനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട്. പക്ഷേ അനു ഭക്ഷണം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലേക്ക് കയറി വീതം വെപ്പും പരിപാടി അങ്ങ് തുടങ്ങി. അത് ബാക്കിയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരു കേക്ക് വന്നു, എടുക്കേണ്ട ആളുകൾ എങ്ങനെയെങ്കിലും എടുത്തിട്ട് പോട്ടെ. നമുക്കത്രയധികം മാന്യതയൊക്കെ ഉണ്ടെങ്കിൽ, ഞാനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത്രയധികം മാന്യത ഉണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്കും. ചില വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചില ഇടങ്ങളിലൊക്കെ വൻ തിക്കും തിരക്കുമൊക്കെ ആയിരിക്കും. കഴിക്കില്ല, നമുക്കങ്ങനെ തിക്കും തിരക്കുണ്ടാക്കി കഴിക്കാനായിട്ടുള്ള ആഗ്രഹമില്ല. അപ്പം നമ്മളവിടെ നിന്നിട്ട് ആൾക്കാരെ ഉപദേശിക്കാനായിട്ടോ അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടേ പോകത്തുള്ളൂ, നിങ്ങളൊക്കെ മര്യാദ പഠിക്കണമെന്ന് പറയാനായിട്ടോ നിൽക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്താൽ പോരെ എന്നുള്ളതാണ് ലാലേട്ടന് ചോദിക്കുന്നത്. അവിടെ അനുവിൻ്റെ ഒരു ഉപദേശം പരിപാടിയും ഒരു തള്ള വൈബ് പരിപാടി. ആര്യൻ ജിസേൽ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അനു കേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോറയൊക്കെ പറയുന്നത് ആൾക്കാരെടുത്തില്ലേ, ഇതൊക്കെ പറച്ചിൽ നിർത്തിക്കൂടെ? ഷാനവാസ് ആണെങ്കിൽ അനുമോള് ഒന്നായിട്ട് കൊണ്ടുപോയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ എന്താണ് കേക്കിൻ്റെ ബഹളം എന്നൊക്കെ ചോദിക്കുന്നു. കേക്ക് വെക്കുന്നതിന് മുമ്പ് കൈയിട്ട് എടുത്തു ലാലേട്ട എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ചെയ്തെടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ, ഞാൻ ഭക്ഷണത്തൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അനുമോള് പറയുകയാണ്. കേൾക്കുന്ന കുറച്ച് ആൻറ്റിമാർക്കും അങ്കിളുമാർക്കും കുറച്ച് ആളുകൾക്കും ഒക്കെ തോന്നും ഓക്കെ അനുമോൾ എന്തൊരു നല്ല കുട്ടിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്ന് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക. ഇതൊരു ഗെയിമാണ്. ഇത് പല സ്വഭാവമുള്ള ആൾക്കാരാണ്. അവിടെ നിങ്ങളുടെ സർവൈവൽ എന്ന് പറയുന്നത് അവിടെ ആ ഒരു രീതിക്ക് പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് കേക്ക് കഴിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അനുസരിച്ചിട്ട് കേക്ക് രസമാകണം. ഇപ്പോൾ ലക്ഷ്മിയൊക്കെ കഴിക്കുന്നുണ്ടില്ലേ, അവരൊക്കെ നൈസായിട്ട് കഴിക്കുന്നു, നൈസായിട്ട് 3 പീസൊക്കെ കഴിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർ 3-4 കൈകൾ ശ്രദ്ധിക്കത്തുള്ളൂ. അനുമോളുടെ കൈ, ജിസേലിൻ്റെ കൈ, ആര്യൻ്റെ കൈ, ഷാനവാസിൻ്റെ കൈ, ഇങ്ങനെ 3-4 കൈകളെ ശ്രദ്ധിക്കത്തുള്ളൂ.
അവർക്ക് കിട്ടിയോ, ഇവരെടുത്തത് വലുതാണോ, ഈ ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നോക്കിയിരിക്കുന്ന സമയത്ത് ബാക്കി വിവരമുള്ള ആൾക്കാർ കേക്കൊക്കെ കഴിച്ചിട്ട് പോകും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയും കെറുവും പറഞ്ഞ് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു, കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊടുത്തയക്കണോ, കട്ട് ചെയ്ത് കൊടുത്തയച്ചാൽ കൊള്ളാം. ലാലേട്ടൻ പറഞ്ഞു, ഇനി കൊടുക്കാതിരിക്കണോ, അതാണ് ഏറ്റവും നല്ലത് എന്ന് അനുമോള് പറയുന്നു. അപ്പോൾ ആദില പറഞ്ഞു, അനുവിന് കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, ഞങ്ങൾക്ക് കഴിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ആദിലൊക്കെ. പിന്നെ അനുവിൻ്റെ കൂടെ അതുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റാൻഡ് പറയുന്നുണ്ട്. അത്ര ഒരു പവർഫുൾ കണ്ടസ്റ്റൻ്റ് അല്ല അനു, അത് ബാക്കിയുള്ള ആളുകൾക്ക് സേഫാണ്. ഇപ്പോൾ നേരത്തേക്ക് ആണെങ്കിൽ നമുക്കറിയാമല്ലോ, പവർഫുള്ളാണ് ഒരാളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ പറയാനുള്ള ആളുകൾക്ക് മടിയാണ്. ഇവിടെ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, അനുവിന് ഒരു പീസ് എടുത്തിട്ട് മാറി നിന്നൂടെ, നൂറയൊക്കെ ആണല്ലോ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവിടെ മറ്റേ മട്ടൺ ഇഷ്യൂ ഒക്കെ വരികയാണ്. ഷാനവാസ് മറ്റേ മട്ടൻ്റെ ഇഷ്യൂ ഒക്കെ പറയുന്നു, അനു ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ അനു പറഞ്ഞു, ഞാനിങ്ങനെ ഈ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചില ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അതിനെ ന്യായീകരിക്കുന്നു. അതിനുശേഷം മറ്റേ ഹൽവയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോള് പറയുന്നത് ഹൽവ പീസ് ചെറുതായി പോയെന്നൊക്കെയാണ് ഇവരെന്നോട് പറഞ്ഞത്, അങ്ങനെയാണ് വിഷയം ഉണ്ടായെന്നൊക്കെയാണ്. പക്ഷേ ജിസേൽ പറയുന്നത് നുണ, ഇവൾ വെറും നുണയാണ് പറയുന്നത്, ഇവളത് മൊത്തത്തിൽ എടുത്തുകൊണ്ട് ഓടി. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ പിടിച്ചപ്പോൾ ഇവൾ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത് എന്ന്. അങ്ങനെ അത് ജിസേൽ നല്ല രസമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അനീഷ് അനുവിനെ കുറിച്ച് പറയുന്നു, കിച്ചൺ നന്നായിട്ട് അനു കൈകാര്യം ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. എന്നാൽ ആ ഒരു റെസ്പെക്റ്റിനെയൊക്കെ വളച്ചൊടിച്ച് നാടകം കളിക്കുകയാണ് അനുമോൾ. അനുമോൾ ആ ഒരു കിച്ചണും ഫുഡും അങ്ങ് വിട്ടുപിടി. അനുമോൾ ഈ ഫുഡുമായി ബന്ധപ്പെട്ട മര്യാദകൾ, കിച്ചൺ മര്യാദകളൊക്കെ ബാക്കി കണ്ടസ്റ്റൻസിനെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ വെറുതെ ബോറിംഗ് ആണ്. ഇതിനുശേഷം മറ്റേ ചപ്പാത്തി ഇഷ്യൂവിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, ചപ്പാത്തി കുഴച്ചപ്പോൾ വെള്ളം കൂടിപ്പോയതുകൊണ്ട് ചപ്പാത്തി ഒട്ടിപ്പോയെന്നോ, അത് ചോദ്യം ചെയ്തപ്പോൾ അനീഷ് അക്ബറിനോട് എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്നോ ഒക്കെ പറഞ്ഞു. അവിടെ ലക്ഷ്മി ചില കുറ്റസമ്മതങ്ങൾ നടത്തുകയാണ്. മട്ടൺ 3 പീസ് എടുത്തു, അതേപോലെ തന്നെ കേക്കും ഇപ്പോൾ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ജിസേലിൻ്റെയും ആര്യൻ്റെയും പ്രശ്നമാണ്. ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആര്യൻ പോയി. പക്ഷേ ലക്ഷ്മി അവിടേക്ക് വന്ന സമയത്ത് ആര്യൻ അവിടെ ഉറങ്ങിയില്ല. അപ്പോൾ ആര്യൻ പറയുന്നു, ലക്ഷ്മി അങ്ങനെ സംസാരിക്കില്ല, ഇവളിങ്ങനെ കി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നു. അത് ജിസേലിനെ കൊണ്ടു എക്സ്ക്യൂസ് മീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ പിണക്കം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആര്യൻ ആ ഒരു പൊസസീവ്നെസ് എന്ന് പറയുന്ന വേർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ആര്യൻ തന്നെയാണ് അതിലേക്കുള്ളൊരു വേ ഇട്ട് കൊടുക്കുന്നത്. ആര്യൻ പറഞ്ഞു, ഇവൾ വേഗം ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളാണ്, ആര് പറയുന്നത് കേട്ടും ഇൻഫ്ലുവൻസ്ഡ് ആവും. അത് ആര്യൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ആര്യൻ ഇനി സേഫ്റ്റി നോക്കിയേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ആര്യൻ പറഞ്ഞു, അക്ബറൊക്കെ ഒരു പ്രാങ്ക് സെറ്റ് ചെയ്തിരുന്നു, അതിൽ ഇവള് വീണുപോയി എന്നും പറഞ്ഞ് മറ്റേ വീഡിയോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. മറ്റേ ഈ ഒനിയിൽ നമ്മുടെ ജിസേൽ, ആര്യൻ എന്നിവരുടെ ബന്ധത്തെക്കുറിച്ചിട്ട് പറയുന്നതും, അത് അക്ബറിനോട് പറയുന്നതും, അക്ബർ അത് ജിസേലിനോട് പറയുന്നതും, ഒനിയിൽ അത് ജിസേലിനോട് പറയുന്നതും, ജിസേൽ അത് വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതും, അത് അക്ബറിനെതിരായിട്ട് ഷാനവാസിനോട് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. അതെല്ലാം ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കുകയാണ്. എന്നാൽ ഷാനവാസ് നൈസായിട്ട് ഈ ഒരു സീനിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാണ് ഷാനവാസിനെ. കാരണം ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞതാണ്, അക്ബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതിന് ശേഷം എവിക്ഷൻ നടപടികളാണ്. അധികം നീട്ടിവലിക്കാത്ത ഒരു എവിക്ഷൻ പരിപാടിയാണ്. ഒരു ചെറിയ വീഡിയോയിൽ കൂടെയാണ് ആരെ വിക്റ്റായി എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നത്. ലക്ഷ്മി, ഒനിൽ, സാബുമോൻ, അനു എന്നിവരാണ് ഇന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അനു സേവ്ഡ് ആണ്. അതിനുശേഷം നമ്മുടെ മച്ചാൻ ഒനിൽ എവിക്റ്റഡ് ആണ് എന്ന് ലാലേട്ടൻ പറയുന്നു. എല്ലാവർക്കും ഹഗ്ഗും ധാരാളം കിസ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഒനിൽ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒനിൽ എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്, ഫോട്ടോ വെച്ചുകാരുടെ ആ ഒരു ഇന്നസെൻസൊക്കെ എന്ത് രസമായിട്ടാണ് ഒനിൽ കൺവേ ചെയ്യണത്. ഒനിലിൻ്റെ മമ്മിയെപ്പോലെ ഒനിൽ നല്ലൊരു സോളാണ്. ഈ ബിഗ് ബോസ് ഹൗസിലൊക്കെ നിൽക്കുന്ന സമയത്ത് കുറേ അലമ്പുകളിലൊക്കെ പെടുമെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒനിലൊക്കെ ഒരു നല്ല മനുഷ്യനാണ്. ഒനിൽ എല്ലാ ആളുകൾക്കും തൻ്റെ ബ്രദർ കെയർ ഓഫർ ചെയ്തിട്ടാണ് ഹൗസിന് പുറത്തേക്ക് പോകുന്നത്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് പ്രകടിപ്പിക്കാനായിട്ട് ആളുകൾക്ക് പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഒനിൽ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ വേദി പങ്കിട്ട സമയത്തും അവസാനമൊക്കെ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒനിൽ ഹാപ്പിയാണ്, ഞാനും വളരെയധികം ഹാപ്പിയാണ്. അതിനുശേഷം പിന്നെ സംസാരങ്ങളൊക്കെയാണ്. ലക്ഷ്മിക്ക് നല്ല വേദനയുണ്ട്. കാരണം ഫാമിലി വീക്കിൽ ഒനിലിൻ്റെ അമ്മ വന്ന സമയത്ത് ലക്ഷ്മിയെ ഹഗ് ചെയ്തില്ലല്ലോ. അപ്പോൾ അതിൽ ലക്ഷ്മിക്ക് നല്ല വേദന ഉണ്ട്. ലക്ഷ്മിക്ക് മാപ്പ് ചോദിക്കാനായിട്ടൊക്കെയുള്ള ആഗ്രഹമുണ്ട്. മാപ്പ് കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ പറയുന്നു, തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും പറ്റും. ഞാനും പറയുന്നത് അങ്ങനെയാണ്. അതൊക്കെ അങ്ങനെ പറ്റി, അതൊക്കെ ആളുകൾ മറക്കാത്ത കാര്യമുണ്ടോ? ഒനിലിൻ്റെയൊക്കെ അമ്മ അല്ലെങ്കിൽ ഒനിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലായ ആളുകളല്ലേ, അവരൊക്കെ നല്ല ആൾക്കാരാണ്, അവരൊക്കെ അതൊക്കെ മറക്കും. പിന്നെ ആര്യൻ ജിസേൽ വീണ്ടും ആര്യൻ്റെ അടുത്ത് പോയിട്ട്
ആ ഒരു പൊസസീവ്നെസ് കാണിക്കുകയാണ്. ആരാണെങ്കിൽ ജീവിച്ച് പോട്ടെ ഞാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ആരാണെങ്കിൽ ജിസേലിൻ്റെ മണ്ടത്തരങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല. ആരൻ ആ ഒരു മണ്ടത്തരം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ബുദ്ധി വെച്ച് മെച്ചോർഡായി മാറി. ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് സംഭവിച്ചത്. അതേപോലെ തന്നെ ലക്ഷ്മിയുടെ ഗെയിമിനെ കുറിച്ചിട്ടൊന്ന് പറയേണ്ടി വരും. ലക്ഷ്മി ആളുകളിങ്ങനെ നല്ല രീതിയിൽ പറയുന്നുണ്ട്, ലക്ഷ്മി മറ്റേ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇറക്കിയതാണ്. നല്ല സാധ്യതയുണ്ട്. കാരണം അഭിഷേകിൻ്റെ കൂടെ ആയിരുന്നല്ലോ സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നത്, എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ അഭിഷേക് കഴിഞ്ഞ തവണ നല്ല സിമ്പിളായിട്ട് ബീൻ ബാഗിലിരുന്ന് ടോപ്പ് 5 വന്ന കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ആ ഒരു ഗെയിമൊക്കെ ലക്ഷ്മി പുറത്തേക്ക് ഇട്ടത്. കണ്ടറിയാം, കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.